നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ മനസ്സിനിണങ്ങിയ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുമെങ്കിലും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലും മാർച്ച് മാസത്തിൽ ആദ്യത്തെ പകുതിയിലും അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വേണ്ടിവരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു ചുമതലകൾ ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലർക്കും കഴിഞ്ഞ 6-7 മാസമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു ധ്രുവീകരണം എന്ന നിലയിൽ കുറച്ചുകൂടി പണം മുതൽ മുടക്കുവാനും വിപുലീകരിക്കുവാനുമുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. അമിത വേഗതയുള്ള വാഹനോപയോഗം, അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള വാഹനോപയോഗം തീർത്തും ഒഴിവാക്കേണ്ടതാണ്. പരീക്ഷയിൽ പല വിദ്യാർത്ഥികൾക്കും അറിവുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കാത്തത് വഴി സ്വല്പം മനസ്സിന് സമാധാനക്കേടൊക്കെ ഉണ്ടാവും. പക്ഷെ പരാജയങ്ങളൊന്നും ഉണ്ടാവുകയില്ല. വിജയം കൈവരിക്കുമെങ്കിൽ പോലും വിജയ ശതമാനം കുറയുന്ന വിധത്തിലും ആയിരിക്കും പ്രകാശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, അഥവാ പരീക്ഷയിൽ എഴുതാൻ സാധിക്കുകയുള്ളൂ. പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തുന്നവർ പരമാവധി മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിലായിരിക്കും നന്നാവുക. നിഷ്ഠയോടുകൂടിയതായിട്ടുള്ള ജീവിതശൈലിയും പ്രവർത്തന ക്ഷമതയും ഒരുപക്ഷെ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും മേലധികാരികൾക്ക് പോലും ഈ പ്രവർത്തന ശൈലി അനുകൂലമായി തീരുന്നത് വഴി അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പുത്രപൗത്രാദികൾ ജൂലൈ മാസത്തിന് ശേഷം അവിടേക്ക് മാസങ്ങളോളം താമസിക്കാൻ ചെല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു ധാരണ ഉണ്ടാകുവാനും അതിന് സമ്മതിക്കുവാനും ഇടയുണ്ട്. പലപ്പോഴും ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാനിട വരുമെങ്കിൽ പോലും ഇതൊരു പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാര്യകാരണങ്ങളെല്ലാം തന്നെ വേണ്ട വിധത്തിൽ സമർപ്പിക്കാനിട വരും. കാര്യനിർവഹണ ശക്തി വർദ്ധിക്കുന്നത് വഴി വ്യാവസായികമായുള്ള മേഖലയിൽ നിന്ന് പിന്മാറി പണം മുതൽ മുടക്കാതെ വിപണന വിതരണ മേഖലകളുടെ ചുമതലകൾ ഏറ്റെടുക്കുവാനിടയുണ്ട്. ഒരു നിശ്ചിത ശമ്പളവും പിന്നീട് ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള തൊഴിൽ മേഖലകളെപ്പറ്റി ആലോചിക്കുന്നതും അന്വേഷിക്കുന്നതും വന്നു ചേരുന്ന അവസരങ്ങളെ സ്വീകരിക്കുന്നതും നന്നായിരിക്കും. നിലവിലുള്ള രാജ്യത്തിൽ അധികമായിട്ടുള്ള തണുപ്പ് വന്നു ചേരുന്നത് വഴി ആരോഗ്യം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും നിലവിലുള്ളതിനോട് തത്തുല്യമായിട്ടുള്ള ശമ്പളമൊന്നും ഇല്ലെങ്കിൽ പോലും ഈ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് അങ്ങനെ ഒരു രാജ്യത്തിലേക്ക് മാറുവാൻ തീരുമാനിക്കുവാനും അവസരം വന്നു ചേരുവാനും ഇടയുണ്ട്. ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനായിട്ട് ഈ ഉൽപ്പന്നങ്ങൾ മറ്റ് സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. രക്തദൂഷ്യ ത്വഗ് രോഗപീഠകളെ കൊണ്ട് അസുഖങ്ങൾ വർദ്ധിക്കുന്നത് വഴി പ്രകൃതി ഭക്ഷണ രീതികളും അനുവർത്തിക്കാൻ സാധ്യതയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഗർഭിണികൾക്ക് വിശ്രമം വേണ്ടി വരുവാനിടയുണ്ട്. ഒരുപക്ഷെ ജോലി സ്ഥലത്ത് നിന്നും ഗൃഹത്തിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാം എന്ന അനുമതി ലഭിക്കുവാനും, അങ്ങനെ ഒരുപക്ഷെ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ മാത്രമായിരിക്കുകയില്ല, 3-4 മാസത്തേക്ക് ഇങ്ങനൊരു അവസരം സ്വീകരിക്കുക തന്നെ ആയിരിക്കും ഏറ്റവും നന്നാവുക. പിതൃതുല്യനായിട്ടുള്ള ബന്ധുവിൻ്റെ അകാല വിയോഗം മനോവിഷമത്തിന് വഴിയൊരുക്കും. നിലവിലുള്ള ഗ്രഹത്തിൽ പല പ്രകാരത്തിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതിൻ്റെ വെളിച്ചത്തിൽ ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം, മറ്റു ചിലർക്ക് ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ, വേറെ ചിലർക്ക് വിമ്മിഷ്ടം, അസുഖങ്ങൾ എന്നിവ ഉണ്ടാവുക. ഇങ്ങനെ പല പ്രകാരത്തിലും ഈ അസുഖങ്ങളെ കൊണ്ടും അരിഷ്ടതകളെ കൊണ്ടും വാസ്തുശാസ്ത്രപ്രകാരം
പരിവർത്തനങ്ങൾക്ക് തയ്യാറാകുവാനും തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. ഈ ഒരു മാസത്തിൽ, അതായത് മാർച്ച് മാസത്തിൽ അവധി ലഭിക്കാത്തത് വഴി ഒരുപക്ഷെ ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഏതൊരു കാര്യവും അതിൻ്റെ മൂല്യത്തോടുകൂടി മനസ്സിലാക്കുകയും തന്മയത്വത്തോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വിപരീതമായുള്ള ഏതൊരു സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. പ്രതിഭാസംഗമത്തിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും അവസരം വന്നു ചേരും. സഹവർത്തിത്വ ഗുണത്താൽ സച്ചിന്തകൾ വർദ്ധിക്കുവാനിടയുണ്ട്. കീഴ് ജീവനക്കാരുടെ ദീർഘവീക്ഷണത്തോടുകൂടിയതായുള്ള ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഉടമസ്ഥരിൽ നിന്നും പുതിയ പ്രസ്ഥാനത്തിന് അനുമതി വന്നു ചേരുവാൻ ഇടയുണ്ട്. അതിനുള്ളൊരു സാമ്പത്തികമായിട്ടുള്ള നേട്ടവും വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും സ്വല്പം ഉദാസീന മനോഭാവം ഉണ്ടാകുവാനിടയുണ്ട്. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥകളായതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനും ഒരുപക്ഷെ 3 മാസത്തിന് ശേഷം, മെയ് മാസത്തിന് ശേഷമേ അതിൽ നിന്നും ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകുവാൻ സാധ്യതയുള്ളൂ. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള അവസരം അനുകൂലമായി തീരുവാൻ ഇടയുണ്ട്. അധപ്പതിച്ച് കിടക്കുന്ന പ്രസ്ഥാനം പുനരുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ ഭരണ സംവിധാനം അവലംബിക്കാൻ അവസരം വന്നു ചേരും. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാനിടയുണ്ട്. അവഗണിക്കപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങൾ പരിഗണിക്കപ്പെടുന്നതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. കാർഷികമായിട്ടുള്ള വിളകളിൽ നിന്നും അനുകൂലമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടം വന്നു ചേരുന്നത് വഴി നിലവിലുള്ള തൊഴിൽ മേഖലകളോടനുബന്ധമായിട്ട് ഹ്രസ്വകാല കൃഷി രീതികൾ ഒഴിവാക്കി ദീർഘകാല കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. പലപ്പോഴും യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളാണെങ്കിൽ പോലും പ്രാവർത്തികമായിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് വഴി എല്ലാം മംഗളകരമാക്കി തീർക്കുവാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരം വന്നു ചേരുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗമുണ്ട്. നാഡീ നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുമോ എന്ന ഒരു ഉൾഭയത്താൽ യോഗയും പ്രാണായാമവും പരിശീലിക്കുവാനായിട്ട് അതിൻ്റെ കോഴ്സിന് ചേരുവാനുള്ളൊരവസരം വന്നു ചേരുവാനും ഈ മൂല നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗമുണ്ട്. പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട വിധത്തിൽ പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട്. എന്നാൽ ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കുമാണെങ്കിൽ പല വിധത്തിലുള്ള മാർഗതടസ്സങ്ങളും വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ പരീക്ഷണ നിരീക്ഷണങ്ങളെല്ലാം തന്നെ 2-3 മാസത്തേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നിശ്ചയിച്ച പല കാര്യങ്ങൾക്കും ചിലർക്ക് വ്യതിചലനം വന്നു ചേരുവാനും മറ്റു ചിലർക്ക് കാലതാമസം ഉണ്ടാകുവാനും ഇടയുണ്ട്. എന്നാൽ മിക്ക ദിവസങ്ങളിലും 1-2 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യുകയും ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ 1-2 മണിക്കൂർ ഒരു വിഹക വീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അന്തിമ നിമിഷത്തിലെല്ലാം ശുഭകരമാക്കി തീർക്കുവാൻ ഇടയുണ്ട്. മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായുള്ള പദ്ധതികൾ, ധനവിഭവ സമാഹരണം തുടങ്ങിയവയൊക്കെ തന്നെ അവിചാരിതമായിട്ട് തന്നെ ഫെബ്രുവരി മാസത്തിൽ തന്നെ പൂർത്തീകരിക്കേണ്ടതായുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയും മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. 2026 ഒടുവിൽ നടക്കുന്ന കലാകായിക മത്സരങ്ങൾക്ക് അതിൻ്റെ ഒരു പരിശീലനം എന്നുള്ള നിലയിൽ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുകയും ഭാവിയിലേക്ക് അത് നിലനിർത്തിയാൽ സ്ഥിരതാമസമാക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനും ഏറെക്കുറെ തൃപ്തിയായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുവാനും ഇടയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. എങ്കിൽ പോലും അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്.
നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴിയും ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ആശയങ്ങളുമായതുകൊണ്ട് എല്ലാം ഗുണകരമായുള്ള രീതിയിൽ വന്നു ചേരും. ഒരുപക്ഷെ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായി തീരുമെങ്കിലും വ്യക്തിപരമായിട്ട് അത്ര തന്നെ നേട്ടം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കുറവും ആയിരിക്കും. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആർജവം മനസ്സമാധാനത്തിനും മറ്റുള്ളവർക്ക് മാതൃകാപരമായി തീരുവാനും ഇടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് കുടുംബ തർക്കത്തിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള മേഖലകളിലുള്ള ഈ അനിശ്ചിതാവസ്ഥ ഒഴിവാക്കുവാനായിട്ട് വളരെ ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കാൻ ഇടവരും. ശാസ്ത്രീയ വശവും പ്രായോഗിക വശവും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ 6-7 മാസമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ചിലർക്ക് അനുബന്ധ സ്ഥാപനം തുടങ്ങുവാൻ തീരുമാനിക്കും. മറ്റു ചിലർക്ക് ഒന്നുകൂടി വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ആത്മാർത്ഥ സുഹൃത്തിന് ഉപരിപഠനത്തിന് വേണ്ടിയിട്ടോ മംഗളകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടോ സാമ്പത്തികമായുള്ള സഹായം ചെയ്യുവാനിടവരും. മേലധികാരികളുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് ഒരുപക്ഷെ ജോലിസ്ഥലത്ത് തന്നെ സമീപത്ത് സ്ഥിരതാമസമാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ആ സ്ഥലത്തിനോട് ബന്ധപ്പെട്ട ആ പട്ടണത്തിൽ വീട് വാങ്ങിക്കുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കി ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സജീവമായി പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആഹ്ലാദകരമായിട്ടുള്ള അന്തരീക്ഷം പൊതുവെ ജോലിയിലും കർമ്മമണ്ഡലങ്ങളിലും കുടുംബത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. വിനയത്തോടുകൂടിയതായിട്ടുള്ള സമീപനം ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. മംഗളകർമ്മങ്ങളിലും വിരുന്ന സൽക്കാരത്തിലും പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുന്നത് വഴി അദ്ദേഹം അനുവർത്തിച്ചു വരുന്ന ചില ക്രിയാത്മകമായിട്ടുള്ള പദ്ധതികളുടെ ചെറിയൊരംശം സ്വന്തം പ്രവർത്തന മണ്ഡലങ്ങളിലും അവലംബിക്കാൻ തീരുമാനിക്കുവാനും വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുവാനും ഇടയുണ്ട്. പലപ്പോഴും സങ്കീർണമായിട്ടുള്ള പല വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾക്ക് വിവേചന ബുദ്ധിയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വിദേശത്ത് താമസിക്കുന്നവർക്ക് അന്തിമ നിമിഷത്തിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റത്തിന് സാധ്യതയുണ്ട്. അസുഖങ്ങൾ മാറി വരുന്നതിനാൽ ഇനി ദൂരയാത്രകളും ചർച്ചകളും പുനരാരംഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും ഫെബ്രുവരി മാസത്തിൽ തീരുമാനിക്കും. അത് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളെ കൊണ്ട് കീഴ് ജീവനക്കാരെ ഏൽപ്പിക്കുവാനും മാർച്ച് മാസം മുതൽ സജീവമായിട്ട് പങ്കെടുക്കുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. അവിചാരിതമായിട്ട് ബന്ധുമിത്രാദികളോടൊപ്പം പുണ്യതീർത്ഥ യാത്രയ്ക്ക് അവസരം വന്നു ചേരും. വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ലാത്തതിനാൽ വിൽപ്പന ചെയ്ത് മറ്റ് പ്രസ്ഥാനത്തിന് പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കുവാനിടയുണ്ട്. കലാകായിക മത്സരങ്ങളിൽ പ്രോത്സാഹന സമ്മാനങ്ങൾ ലഭിക്കുന്നത് വഴി ഇനിയും പരിശീലനത്തിന് തയ്യാറാകുവാനിടവരും. ഗൃഹത്തിന് അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാൻ തീരുമാനിക്കുമെങ്കിലും മാതാപിതാക്കളുടെ നിർബന്ധത്താൽ വാസ്തുശാസ്ത്രപ്രകാരം പരിവർത്തനങ്ങൾക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട്. പൊതുവെ ഏതൊരു കാര്യങ്ങൾക്കും പ്രാരംഭത്തിൽ സ്വല്പം സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളും തടസ്സങ്ങളുണ്ടാകുമോ എന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും അഹോരാത്രം ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിലും എല്ലാം മംഗളകരമാക്കി തീർക്കുവാനുള്ള അവസരം പോലും പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്.